മിഷൻ സൗത്ത് ഇന്ത്യ തെക്ക് പിടിക്കും ഇക്കുറി, അങ്ങനെ 400 എടുക്കൂ, അങ്ങനെയാണ് പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ ലക്ഷ്യത്തിന് കരുത്തേകാൻ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ്. ഇത്തവണ എ ക്ലാസ് മണ്ഡലമെന്ന് BJP അവകാശപ്പെടുന്ന പാലക്കാട്ടേക്കാണ് നരേന്ദ്രമോദിയുടെ വരവ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ നാളെ പാലക്കാട്ട് നടക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ഇടയ്ക്കിടെ വരുന്നത് BJPക്ക് എത്രത്തോളം ഗുണം ചെയ്യും? ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? കേൾക്കാം. വോട്ട് ചെയ്യണ പാറ്റേൺ അനുസരിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും വ്യക്തമായ രാഷ്ട്രീയ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അത് NDAൻ്റെ മോദിയുടെ ഒക്കെ വ്യാമോഹം മാത്രമായിരിക്കും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്നുള്ളത്. പ്രധാനമന്ത്രി തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടാവും. നരേന്ദ്രമോദി 10 തവണ അവിടെ വന്നാലും കേരളത്തിൽ BJPക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. മോഡി വരുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവിടുത്തെ എന്താ സിറ്റുവേഷൻ നോക്കണ്ട, ഇവിടെ അക്കൗണ്ട് തുറക്കില്ല. സാധ്യത കുറവാണ്, ശ്രമിച്ചു നോക്കുക, കിട്ടിയാലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം ചിലപ്പോൾ മാറ്റം വോട്ടിങ്ങിന് ഉണ്ടാവും. MLA സീറ്റ് ഇവർക്കില്ല ഇവിടെ കേരളത്തിൽ. സീറ്റ് കിട്ടില്ല, MP സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് കേരളത്തിൽ BJPക്ക്. കുറച്ച് കൂടുതൽ വോട്ട് കിട്ടുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ആകെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരു മുനിസിപ്പാലിറ്റി BJPക്ക് പാലക്കാട് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റോഡ് ഷോ ആണ് ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ വരുന്നത്. അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. വോട്ട് കൂടാൻ ചാൻസ് ഉണ്ട്, സീറ്റ് കിട്ടാൻ പോയാൽ. കേരളമല്ലേ, സീറ്റ് കിട്ടില്ല, കൂടാൻ സാധ്യതയുണ്ട്, അത്രയേ ഉള്ളൂ. കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റുകാരുടെ കാര്യം ഇപ്പോഴത്തെ വിലക്കയറ്റവും ഇതെല്ലാം നോക്കുമ്പോൾ വോട്ട് കുറയാനാണ് സാധ്യത. BJPക്ക് വോട്ട് കിട്ടാനാണ് സാധ്യതയുണ്ട്. പൊളിറ്റിക്കലെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വരുന്ന സമയമാണല്ലോ, അപ്പോൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇപ്പോൾ നിലവിലുള്ള കണ്ടീഷനിൽ സാധ്യത കുറവാണ്. കാരണം ഇപ്പോൾ CAA പോലെ സംഭവങ്ങളൊക്കെ വന്നിട്ടും സാധ്യത ഈ പോക്ക് പോയാൽ ഇല്ലയെന്ന് പറയാം അല്ലേ. നിർണായക പോരാട്ടങ്ങളാണിത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കൂടെ വോട്ട് കുറച്ച് കൂടുതൽ വാടിക്കും. ഏറ്റവും നമുക്ക് പ്രതീക്ഷയില്ല. ബാക്കിയൊക്കെ ഇലക്ഷൻ വരുമ്പോൾ നോക്കും. BJP കൊല്ലം ഈ 2024 അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. ഗ്യാരണ്ടി മോഡിയാണല്ലോ, എല്ലാവരും മനസ്സിനുള്ളിലും മോഡിയാണ്. അക്കൗണ്ട് തുറക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ചെറിയൊരു ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മോഡിയുടെ അനുകൂലമായിട്ടൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഒട്ടും കൂടും അക്കൗണ്ട് 1-2 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു അക്കൗണ്ട് തുറക്കുന്നതാണ് വിചാരം. BJPക്ക് 99% ഇല്ല, 1% ഉണ്ട്. അത് ഏകദേശം കണ്ടറിയാം, അത്ര തന്നെ. കേരളത്തിൽ 2 സീറ്റ് കിട്ടുന്നതാണ് പ്രതീക്ഷ. അറിയില്ല, അത് ഇലക്ഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. സീറ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ ആഗ്രഹം നോക്കുമ്പോൾ 2 പാർട്ടികളും കുറേ കണ്ടിട്ടാണ്. ചെറിയൊരു പുതിയ പാർട്ടി വറ്റാനൊരു ആഗ്രഹമുണ്ട്. നമുക്കങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ സാധ്യത ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവില്ല. വരുന്നുണ്ട്, വോട്ട് കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. സീറ്റ് തൃശ്ശൂർ എന്തായാലും കിട്ടും. ഇപ്പോൾ ഇന്ന് തന്നെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാം തടഞ്ഞു നിർത്തിയില്ലേ. ഇതിപ്പോൾ സാധാരണക്കാർക്കൊന്നും അറിയില്ല. അവരാണെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ടാവും, നല്ല തിരക്കുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അവരെല്ലാം നാട്ടിൽ ഈ വെയിലത്ത് നിന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വോട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്, പക്ഷേ അക്കൗണ്ട് തുറക്കാൻ തൃശ്ശൂരും തിരുവനന്തപുരം മാത്രമേ സാധ്യതയുള്ളൂ. ബാക്കിയുള്ളവിടെ എല്ലാം 2ാം സ്ഥാനം 3ാം സ്ഥാനം.